ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ സിലബസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു മൂവിയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇതിൻ്റെ ആധികാരികതയൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് ഈ ട്രെയിലർ റിയാക്ഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിമിൻ്റെ ഞാൻ ആരെങ്കിലും റിയാക്ഷൻ ചെയ്തതെല്ലാം ഞാൻ അടുത്ത എപ്പോഴും കാണാറുണ്ട്. പ്രത്യേകിച്ച് ബാഹുബലി, KGF അങ്ങനത്തെ സംഭവം. ഈ KGF 3 എപ്പോഴെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ അത് കാത്തു വയ്ക്കുമ്പോഴാണ് എനിക്ക് ഈ സിനിമ കിട്ടിയത്. ഈ സിനിമ എന്ന് വെച്ചാൽ ഇത് എൻ്റെ ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയാണ്. കളങ്കാവൽ, നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ കളങ്കാവൽ കേസ്. കുറേ ദിവസത്തിന് ശേഷം മമ്മൂട്ടി തിരിച്ചു വരുന്ന ഫിലിമാണ്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സിനിമയുടെ ഡയറക്ടറും എൻ്റെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ് ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. കം ഓൺ. മമ്മൂട്ടി കമ്പനി തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഇത് മറ്റു കൈകളല്ലേ? തമ്മിലുണ്ടായ നിസ്സാരമായ ഒരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് പിന്നീട് അത് നാട്ടിലെ 2 പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായിരുന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞു അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതിനൊരു അവസാനം സാറേ. സാറേ, അവർ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമാധാനം തിരിച്ചു കൊടുക്കുന്നത്? പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത്ര ബ്രില്യൻ്റ് അല്ലെന്നാണ് തോന്നുന്നത്. പോയാൽ ശരിയാവില്ല ജയകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയോ? മോനെ നവംബർ മോനെ അത്രയുള്ളൂ ട്രെയിലർ. ഞാൻ വിചാരിച്ച എന്താ പറയുക, ലാസ്റ്റ് മറ്റേ ഡയലോഗ് ഒന്നുമില്ലേ, എന്താ ഡയലോഗ് പറഞ്ഞ എന്തോ എന്നെ കൊല്ലുമ്പോൾ സുഖം കിട്ടുന്നതെന്ന് ചോദിച്ചില്ലേ. എനിക്ക് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മമ്മൂക്കയുടെ ആ സാധനം കാണിച്ചപ്പോൾ എനിക്കത് ഇവിടെ ഞാൻ പിടിച്ചതുണ്ട്. എനിക്ക് ഇവിടെ ഗൂസ് ബംസ് തോന്നി, 2 സൈഡും. ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ 2 ഗൂസ് ബംസ് വന്നു. എന്നിട്ട് മറ്റേ സെറ്റ് സാധനം. ഇവർ ട്രെയിലർ ഇത്ര വെച്ച് നിർത്തി. മമ്മൂട്ടിയുടെ വേറെ ഒരു ഷോട്ടും കാണിച്ചില്ല. ട്രീസർ ഇതുപോലൊരു മാരക ലുക്കിൽ വെച്ചാണ് നിർത്തിയത്. അപ്പോൾ എന്തോ നമ്മൾ ഇതുവരെ കാണാത്തൊരു സംതിങ് ലൈക്ക് ബിഗ് ബോംബ് വരാൻ പോടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അമ്മാതിരി എൻഡിങ് ആയിരുന്നു അവസാനം. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും അറിഞ്ഞൂടെ. എന്തായാലും ഒരു എന്തോ ഒരു ഇതിന് ഭൂമിന് വെയിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പം സോ ഗായ്സ്, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഡയറക്ടർ എന്ന് പറയുന്നത് ജിതിൻ കെ ജോസ്, പിന്നെ റൈറ്റർ ജിഷ്ണു ശ്രീകുമാർ, എഡിറ്റർ പ്രവീൺ പ്രഭാകർ ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ്, ട്രാൻസ് ഒക്കെ ചെയ്ത ആളാണ്. അടുത്ത മ്യൂസിക് വരുന്നത് മുജീബ് മജീദ് ഏതൊക്കെ കിഷ്കിന്ദ ഗാന്ധ ബേഗ ചിത്രം അതൊക്കെ ചെയ്ത ആളാണ്. പിന്നെ സിനിമറ്റോഗ്രാഫർ ഫൈസൽ അലി. ഓക്കെ, ഇവരൊക്കെയാണ് വരുന്നത് ഗൈസ്. എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയാം, പക്ഷേ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ജിഷ്ണു ചേട്ടൻ ആൻഡ് ജിതിൻ ചേട്ടൻ. രണ്ടുപേരും എനിക്ക് പേഴ്സണലി, ജിഷ്ണു ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞിലെ മുതലുള്ള ഫ്രണ്ടാണ് ജിതിൻ ചേട്ടൻ. അപ്പം 2 പേർക്കും ഭയങ്കര ആശംസകൾ. ഈ മാസം 27-ാം തീയതിയാണ് കളങ്കാവൽ റിലീസാവുന്നത്. അപ്പോൾ ഇത് അവരുടെ 2nd വർക്കാണ്. ഫസ്റ്റ് വർക്കും നിങ്ങൾക്കറിയാം ദുൽഖർ സൽമാൻ്റെ കുറുപ്പാണ് അവരുടെ ഫസ്റ്റ് വർക്ക്. ഇത് 2nd വർക്കാണ്. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് എത്രത്തോളം എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയണം. ഞാൻ പഞ്ചാബിലാണ്, ഇവിടെ അത് റിലീസായാലേ പറ്റുള്ളൂ. പക്ഷേ
ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കൺഗ്രാജുലേഷൻ. അപ്പോൾ എല്ലാവരും കളങ്കാവൽ ഓഫ് കോഴ്സ് കാണുമെന്നറിയാം, കാരണം മമ്മൂക്കയുടെ സിനിമയാകുമ്പം കുറേ ഗ്യാപ്പിന് ശേഷം മമ്മൂക്ക വരുന്ന സിനിമയാകുമ്പോൾ ആരും മിസ് ചെയ്യില്ലെന്നറിയാം. അപ്പം എല്ലാവിധ കൺഗ്രാജുലേഷൻസും നേരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരാം. ബൈ.